അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ ഇട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നേ മാമച്ചൻ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എടാ രോഹിത്തെ, ഇവരോടൊപ്പം അധികം ചങ്ങാത്തത്തിന് പോയേക്കല്ലോ കേട്ടോ, നമ്മൾ നമ്മുടെ വില കളയല്ലെന്ന് പറഞ്ഞു. നമ്മൾ ഇടിച്ചിടിച്ച് നിന്നോണം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു വിലയും തരത്തില്ല. അപ്പോഴേക്കും അലീന ചോദിച്ചു, അതെന്താങ്കളെ ഇവിടെ വല്ല ഫൈറ്റും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതിക്കുട്ടി ചിരിക്കുകയാണ്. ഈ സമയത്ത് ഗ്രേസമ്മ കൃഷ്ണമോളും ഒക്കെ അങ്ങോട്ട് വന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളോടും ബബിതയോടെയൊക്കെ ആയിട്ട് അലീന പറഞ്ഞു, അതെ നമ്മൾ കൊണ്ടുവന്ന സീറ്റ്സ് എന്ത് ചെയ്യുക, അതൊക്കെ ഇങ്ങ് എടുത്തോണ്ട് ഞാൻ പറയാണ്. അത് കണ്ടപ്പോൾ രേവതിക്കുട്ടി ചോദിച്ചു, സീറ്റ്സോ? അതെ. മാമച്ചൻ പറഞ്ഞു, ആ കൊള്ളാം, സന്തോഷമായെന്ന് പറഞ്ഞു. ആഹാ, അതെ ഒരു പീസ് തരൂന്ന് പ്രതീക്ഷിക്കേണ്ട സീഡ്സിൻ്റെ, അത് തിന്നാന്നങ്ങനെ മോഹിച്ചിരിക്കുകയും ചെയ്യണ്ട. അപ്പോഴേക്കും അലീന പറഞ്ഞു, ആ സീഡ്സ് അല്ലാതെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, ആപ്പിളും പച്ചയാപ്പിളും അവക്കാടോ അങ്ങനെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കത് മതിയെന്ന് മാമച്ചൻ പറഞ്ഞു. ഈ സമയം രേവതിക്കുട്ടി പറഞ്ഞു, ഓ വന്നവരൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കേണ്ട വരും, ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീനിച്ചു, അതെന്താടി? അതേ ഉണ്ടാക്കാനായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞില്ല വരുന്ന കാര്യം, പിന്നെ ഞാൻ ഇതിനുണ്ടാക്കി വെക്കണം. ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. അത് ഗ്രേസമ്മാൻ്റിയോട് അല്ലേ, എന്നോട് വിളിച്ചു പറഞ്ഞില്ലല്ലോ. ഇപ്പം സമയം ഏകദേശം ഉച്ചയോടെ എടുക്കുന്നു, ഇനിയിപ്പം പട്ടിണി ഇരിക്കേണ്ടതായിട്ട് വരും. എന്നോട് പറയുമായിരുന്നെങ്കിലേ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു അറിയാവോ? ചോറ്, ബിരിയാണി, വേണമെങ്കിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി വെക്കും, ബീഫ് വളർത്തിയത്, സാമ്പാർ, രസം, അങ്ങനെ ഒരു നീണ്ട തരം പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, നീ കൂടുതൽ രസം ഉണ്ടാക്കണ്ട, എനിക്ക് അത്തിരി രസമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ രേവതിക്കുട്ടിയെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ ഇവർക്ക് ആ മുറിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും മോളെന്ന് പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, ബാ നിങ്ങളൊക്കെ വരാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേനും രോഹിത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം രേവതിക്കുട്ടി ചോദിച്ചു, അല്ല രോഹിത്തേടം വരുന്നില്ലേ? മാമച്ചൻ പറഞ്ഞു, മോനെ നീ പോവണ്ട, നമ്മൾ പോയേ നമ്മുടെ വില കളയില്ല അവരുടെ കൂടെ പോയിട്ട്, അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, എൻ്റെ മാമച്ചായ അവൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരട്ടെ. വേണ്ട, അവൻ അങ്ങനെ പോവണ്ട, അവൾമാരുടെ കൂടെ പോയിട്ടുണ്ട്, അവൾമാർ കലവില്ലാതെ ചലിച്ചോണ്ടിരിക്കും, നീ എൻ്റെ കൂടെ വന്നാൽ മതി. അല്ല നിനക്ക് ചെസ്സ് കളിക്കാൻ അറിയാവോ? കളിക്കാൻ അറിയാം അങ്കളെ. ഗ്രേസം പറഞ്ഞു, എൻ്റെ പൊന്നും മാമച്ചായ, ആ ചെസ് ബോർഡിന് മുന്നിൽ അതിനെ പ്രതിമ പോലെ പിടിച്ചിരുത്തരുതേ, പിള്ളേരല്ലേ, അവരിതിലൂടെ ഓടിച്ചാടിയൊക്കെ നടക്കട്ടെ, വെറുതെ അതിനെ ഇവിടെ പിടിച്ചിരുത്തി മുഷിപ്പിക്കല്ലേ എന്നൊക്കെ ഗ്രേസമ്മയുടെ വക ഒരു ഉപദേശം ഉണ്ടായിരുന്നു മാമച്ചന്. ഇതേ സമയത്ത് ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടെ നീലഗിരിക്ക് പോകണം. അപ്പോൾ പെട്ടെന്ന് ബാലേന്ദ്രൻ വണ്ടി ഒന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. അപ്പോഴേക്കും ഗോവർദ്ധൻ ഒരുറക്കത്തിലായിരുന്നു. ഞെട്ടി ഉണർന്ന് നോക്കുകയാണ്. എന്താ ബാലേട്ട, എന്താ കാര്യം എന്താ? അതെ പേടിക്കൊന്നും വേണ്ട, അതെ ഫ്രണ്ടിൽ പോയ വണ്ടി ഒന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് സഡൻ ബ്രേക്ക് ഇട്ടാന്ന് പറഞ്ഞു. നീ എന്താ പേടിച്ചു പോയോ? വണ്ടി വല്ല ഇടിക്കുകയും ചെയ്യുന്ന ഓർത്തുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമ്മളിത് എവിടെ എത്തി? നമ്മളെ പാലക്കാട് ബോർഡൊക്കെ കഴിഞ്ഞു തമിഴ്നാട്ടിലേക്ക് കയറിയെന്ന് പറഞ്ഞു. അല്ല ഇനിയിപ്പോൾ എത്ര ദൂരം ഉണ്ടായിരിക്കും? ഒരു 100-120 കിലോമീറ്റർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഓ അത്രയും ദൂരം കൂടെ ഉണ്ടോ? ബാലേട്ടൻ മടുത്തില്ലേ എന്ന് ചോദിച്ചു. മടുക്കാനോ? ഞാനോ? എവിടെ മടുക്കാനായിട്ട്? അങ്ങനെയൊന്നും മടുക്കത്തില്ല. അതെ നമ്മളിനി പോയതിനേക്കാളും കൂടുതൽ തിരിച്ചോടാനായിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ഭയവും വേണ്ട. അല്ല നമ്മൾ ചെല്ലുന്ന കാര്യം അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്തിന്? കേണലിനോട് എന്തിനാ വിളിച്ചു പറയണ്ടേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ, നമ്മളങ്ങോട്ടേക്ക് പോകുന്നു. അല്ല അത് പിന്നെ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട ഗോവർദ്ധന, നമ്മൾ ചെല്ലുന്നു, പോയ കാര്യം സാധിക്കുന്നു, അതൊക്കെ നീ എനിക്ക് വിട്ടു തന്നേരെ, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് അലീനയും കൃഷ്ണമോളും ബബിത അങ്ങനെ എല്ലാവരും കൂടെ ആഹാരം കഴിക്കാണ്ടിരിക്കുവാണ്. ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ നടുക്ക് കയറി രേവതിക്കുട്ടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന ചോദിച്ചു, ഇതെന്താ ഇവരെ രണ്ടുപേരെ അകറ്റിയിരുത്തിയിട്ട് നീ നടുക്ക് കയറി ഇരുന്ന് കഴിക്കണേന്ന് ചോദിച്ചു. അതോ സാധാരണഗതിയിൽ ഇവരെൻ്റെ തലയിൽ കയറിയിരിക്കുന്ന, ഇന്ന് മാത്രം ഇങ്ങനെ നിങ്ങളെല്ലൊക്കെ ഉള്ളതുകൊണ്ടാ, ഒത്തിരി ഓവർ ആവണ്ടല്ലോ എന്ന് കരുതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാമച്ചൻ പറഞ്ഞു, അല്ലെങ്കിലും കുറച്ച് ഓവറാന്ന് പറഞ്ഞു. ഈ സമയത്ത് രോഹിത് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അത് ശരിയാ കുറച്ച് ഓവറാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അതേ വീര എന്നൊരു ഒറ്റ വിളിയായിരുന്നു. ആ വിളി കേട്ട് കഴിഞ്ഞപ്പോൾ രോഹിത് ഇങ്ങനെ നോക്കി, വീരനകത്തേക്ക് ഓവറാവണ്ട കേട്ടോ, അല്ലെങ്കിൽ വീരനത്തിന് ഓവറാന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത്തിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി, വല്ലാതെ അലീനയൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നീട് രേവതിക്കുട്ടി പറഞ്ഞു, ഇന്നത്തെ കാലത്തെ ഇത്തിരി ഓവറായിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുള്ളൂ. ആ സമയം ഗ്രേസം വെച്ചു, എന്തൊക്കെയാ രേവതിക്കുട്ടി നീ പറയണമെന്ന് ചോദിച്ചു. നിന്റെ നാക്കിൽ ലൈസൻസ് ഇല്ലേന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, രേവതിക്കുട്ടി വേണ്ട കേട്ടോ, നിന്റെ നാക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു.
ആ സമയം മാമച്ചൻ രോഹിത്തിനോട് പറഞ്ഞു, ഇതൊന്നും മൈൻഡ് ആക്കണ്ട, ഒരു ചെവി കൂടി കേട്ട് ഒരു ചെവി കൂടി അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി, ഇവളുടെ സ്വഭാവം അറിയാലോ, ഇവൾ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. രോഹിത്തിൻ്റെ മുഖം ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും രേവതിക്കുട്ടി രോഹിത്തിനെ നോക്കി. പിന്നീട് രോഹിത്തിനോട് പറഞ്ഞു, ഓ ഇത്രയ്ക്ക് തൊട്ടാപാടിയാന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നെന്ന് പറഞ്ഞു. രോഹിത്ത് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. പെട്ടെന്ന് രോഹിത്ത് പറഞ്ഞു, അതെ കുരയ്ക്കും പട്ടി കടിക്കില്ലെന്നല്ലേ പറയണേ, അതുകൊണ്ട് രേവതിക്കുട്ടി സംസാരം നിർത്തണ്ട, രേവതിക്കുട്ടി തുടർന്നോളാൻ പറഞ്ഞു. അപ്പോഴേക്കും മാമച്ചൻ അവിടെ നിന്ന് ചിരിക്കുവാണ്. മാമച്ചൻ്റെ ചിരി കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ രോഹിത്തിനെ നോക്കി. മാമച്ചൻ പറഞ്ഞു, കൊള്ളാം, വാടി കൊടുത്ത് അടി വാങ്ങി, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ഓരോ തമാശകൾ പറഞ്ഞ് ചിരിച്ചു. ഗ്രേസം ചോദിച്ചു, ഇന്നത്തെ പ്ലാൻ എന്താ? ഏതൊക്കെ ഒരു പ്ലാനൊക്കെ ഞാൻ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മളെല്ലാവരും കൂടെ ബീച്ചിലേക്ക് പോന്നു, പിന്നെ പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ്, അതിനുശേഷം ഒരു സിനിമ, പിന്നെ നമുക്കെല്ലാവർക്കും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഗ്രേസം പറഞ്ഞു, അപ്പത്തേനും നീ എല്ലാം തീരുമാനിച്ചു വെച്ചോ? പിന്നല്ലാതെ അതൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യമല്ലേ. അലീന പറഞ്ഞു, ഞങ്ങൾ വരുമ്പോഴത്തേനും ഫുഡൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചോ? ഓ അതോ, അത് പിന്നെ ഇവരും കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചാൽ, അല്ലെങ്കിൽ കാലിപാത്രങ്ങൾ ഇവിടെ കാണത്തുണ്ടായിരുന്നുള്ളൂ. ഹരിയനി ചേച്ചി എന്നോട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട്. പക്ഷേ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെന്നൊക്കെ വലിയ വെയിറ്റ് ഇട്ട് രേവതിക്കുട്ടി പറയണം. ഈ സമയം ഗ്രേസം പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, അവളോട് പറഞ്ഞു ജയിക്കാമെന്ന് വിചാരിക്കണ്ട, അവളുടെ നാക്കിൻ്റെ നീളം അങ്ങനെയാന്ന് പറഞ്ഞു. മാമച്ചൻ പറഞ്ഞു, ചെറിയ നീളമൊന്നുമല്ല, അത് ഇത്തിരി വലിയ നീളം തന്നെയാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ രേവതിക്കുട്ടി വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, എൻ്റെ ചേച്ചി ഇവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ നിന്നിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അതെ നമ്മൾ പോകുന്നതിനെക്കുറിച്ചൊന്ന് പ്ലാൻ ചെയ്യണ്ടേ നമുക്ക്. ആ സമയം ഗ്രേസം പറഞ്ഞു, നീ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലോ? അലീന പറഞ്ഞു, അതെ കൃഷ്ണമോളെ നിങ്ങളും ഉണ്ടായിരിക്കണ്ട, എന്താണെങ്കിലും പറയാണ്ട് ഇപ്പം ചാടി പറഞ്ഞോണം. രേവതിക്കുട്ടിയുടെ അടുത്ത് പിടിച്ചു വയ്ക്കണമെങ്കിലേ നമ്മൾ ഇടിച്ചിടിച്ച് നിന്നിട്ടേ കാര്യമുള്ളൂ. അവൾ നമുക്ക് സംസാരിക്കാനായിട്ട് സമയമൊന്നും തരത്തില്ല, പക്ഷേങ്കിൽ നമ്മൾ വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തി ഇടയ്ക്ക് കയറിക്കോളാം, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പൊന്നും അവൾ നമുക്ക് തരത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭവിതേ അവരെല്ലാവരും കൂടെ ചിരിക്കുകയാണ്. രേവതിക്കുട്ടി ട്യൂഷനായിട്ട് അലീനെ ഒന്നും നോക്കുകയും ചെയ്തു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്തും അതുപോലെ ബബിതയും രേവതിക്കുട്ടിയും കൂടി ഇരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ രോഹിത്തിൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. രേവതിക്കുട്ടി രോഹിത്തിനോട് ചോദിച്ചു, വന്നോന്ന് ചോദിച്ചു. ഇല്ല, ഇവിടെ നെറ്റ് കുറവാന്ന് തോന്നേ, ബഫറിങ് ആണെന്ന് തോന്നി, ഇതായിട്ട് എത്തിയിട്ടില്ല, എത്ര MB ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാമച്ചൻ അങ്ങോട്ട് വന്നു. രോഹിത്തിനോട് ചോദിച്ചു, രോഹിത്ത് തിരക്കിലാണോ? ഇല്ലെങ്കിലേ, എങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോയാലോ? ഞാൻ റെഡിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അപ്പം എൻ്റെ ഫയൽസിൻ്റെ കാര്യം അതൊക്കെ ഞാൻ വന്നിട്ട് ചെറിയാക്കി തരാന്നേ. അപ്പോഴേക്കും മാമച്ചൻ ചോദിച്ചു, അല്ല നിനക്ക് ഡ്രസ്സ് വല്ലതും മാറാനുണ്ടോ? ഡ്രസ്സൊന്നും മാറണ്ട അങ്കിളെ, ഇത് മതിയെന്ന് പറഞ്ഞു. എങ്കിൽ വാ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, പിന്നെ ഒന്ന് കറങ്ങണം. അല്ല എവിടെ കറങ്ങാൻ പോവാ രണ്ടുപേരും കൂടെ എന്ന് രേവതിക്കുട്ടി ചോദിച്ചു. മാമച്ചൻ പറഞ്ഞു, അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എടാ നീ ഇവരുടെ അടുത്തിരുന്ന് ബോറടിച്ചില്ലേ, ബോറടിച്ചോന്നോ? എങ്കിൽ വാ നമുക്ക് രക്ഷപ്പെട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അതെ രോഹിത്തേട്ടാ, അലീന ചേച്ചിട്ട് പറഞ്ഞിട്ട് പോയാൽ മതി, എന്നെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന. അമ്പടി ഇതെന്നാ ഞാൻ എന്നെ കൊച്ചു കുഞ്ഞോ നോക്കാൻ ഏൽപ്പിക്കാനായിട്ട്? അതെ അലീന ചേച്ചിട്ട് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ അലീന ചേച്ചി ചോദിക്കും, എവിടെയാ പോയത്, എന്തിനാ ഏതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മാമച്ചനും രോഹിത്തും കൂടെ അങ്ങോട്ട് പോയി. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അലീന അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അലീന വന്ന് അവരുമായിട്ട് സംസാരിക്കണ സമയത്ത് അലീന ചോദിച്ചു, അല്ല ഇന്നത്തെ പ്ലാൻ എന്താ, തീരുമാനിച്ചോന്ന് ചോദിച്ചു. എവിടെയെങ്കിലും പോകണമെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ കൃഷ്ണമോളോടും വൈദ്യോടൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അതെ അതൊക്കെ ഇവരെന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, 4 മണിയാകുമ്പോഴാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്, നമ്മുടെ പ്ലാൻ 4 മണിക്ക് തുടങ്ങും. എടി നീ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ എല്ലാത്തിടത്തും പോകാനായിട്ട് ഗ്രേസമ്മാൻറ്റിനെ കൊണ്ടും മാമച്ചനങ്ങളെ കൊണ്ട് പറ്റുമോ? അവർക്ക് വയ്യാതിരിക്കുമല്ലേ, അതിന് അവർ വരുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? നമ്മളല്ലേ പോകുന്നേ. അപ്പോൾ അവർ വരുന്നില്ലേ? പിന്നെ അവർ വരുന്നൊന്നും ഇല്ലയെന്ന് പറഞ്ഞു, നമ്മളാ പോകുന്നുള്ളെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് അലീന പറഞ്ഞു, അത് ശരിയാണോ? പിന്നെ നമ്മൾ പോയിട്ട് വരുന്നു, അവർ വീട്ടിലിരുന്നോളും, അവർക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഭവിതയോട് അലീന ചോദിച്ചു, നിനക്ക് എവിടെയോ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നു കഴിയുമ്പം? അത് മാളിൽ പോകണം. അതാണോ? അത് നമുക്ക് പോവാന്നേ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, എല്ലാത്തിടത്തും ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. അതിന് അവർക്കൊരു പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലാന്ന് പറഞ്ഞു. അവരിവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിലും വയ്യാത്തതുകൊണ്ട് അവരെ കൊണ്ട് അങ്ങനെ യാത്ര അധികമൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഇതേ സമയത്ത്
അലീന പറഞ്ഞു, അതെ നീയെല്ലാം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ ഞാൻ തീരുമാനിക്കാതെ എങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയാകുന്നതെന്ന് പറഞ്ഞു. നീ ഇവിടുത്തെ പ്രധാനമന്ത്രിയാണല്ലോ. പിന്നീട് കൃഷ്ണമോളോടൊക്കെ ആയിട്ട് പറഞ്ഞു, എന്തേലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞോണം, അല്ലെങ്കിൽ അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞു, ശരി ആയിക്കോട്ടെ, ഞാൻ അവർക്കുള്ള സമയം കൊടുത്തോളാം. അല്ല കൃഷ്ണേ, നിന്റെ ഡാൻസ് ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ എങ്ങനെ അറിയാം? അറിയാവോന്നോ? ഇതൊക്കെ അലീന ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2-3 മണിക്കൂർ എന്നെ ഫോൺ ചെയ്യുന്ന ഓർത്തുണ്ട്. അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും എന്നോട് പറയും. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാനും പറയുമെന്ന് പറഞ്ഞു. ബബിത പറഞ്ഞു, അത് ശരിയായിരിക്കും, ഫോൺ സംഭാഷണം ഇത്തിരി കൂടുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ രവിതക്കുട്ടി അറിഞ്ഞു, ആണോ, ഞങ്ങളിനിയിപ്പോൾ വീഡിയോ കോൾ ആക്കിയാലോ എന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, അതിൻ്റെയും കൂടെ ഒരു കുറവുള്ളെന്ന് കൃഷ്ണമോള് പറഞ്ഞു. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, അതെ നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. ഞാൻ രേവതിക്കുട്ടിയായിട്ട് ഇത്തിരി സമയം ഒന്ന് സംസാരിക്കട്ടെ, മാമച്ചനങ്ങളോടും ഗ്രേസമ്മാൻ്റെയോടും ഒക്കെ കുറച്ച് സമയം ഇവളെക്കുറിച്ചൊക്കെ ഒന്ന് പറയണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയെ ചേർത്ത് പിടിച്ചോണ്ട് അങ്ങോട്ട് പോയി. അവരുടെ ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പം പവിത്ര എന്തൊരു സ്നേഹമല്ലേ, രണ്ടുപേരും ശരിക്കും ചേച്ചിനെ അനുജത്തെയും പോലെ തന്നെ അല്ലെന്ന് പറയത്തേ ഇല്ല എന്ന് പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു, അങ്ങനെയാ. ഭവിത പറഞ്ഞു, അതിനൊരു ഭാഗ്യം കിട്ടണം, അങ്ങനെ നല്ലൊരു അനുജത്തിയെ കിട്ടാനായിട്ട്. അതെ, അനുജത്തിയെ കിട്ടിയതുകൊണ്ട് മാത്രമായില്ല, സ്നേഹമുള്ളൊരു ചേച്ചി ഉണ്ടായിരിക്കണം. അതെങ്ങനെയാ, ഇവിടെ ചിലരൊക്കെ ഉണ്ട്. ഭവിതയെ കുറ്റപ്പെടുത്തി. ഭവിത ദേഷ്യപ്പെട്ട ബെഡേലേക്ക് അങ്ങോട്ട് പോയി കിടന്നു. കൃഷ്ണമോളും കിടക്കുകൊണ്ട് രണ്ടുപേരും തിരിഞ്ഞു കിടന്നു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ഭവിത കൃഷ്ണമോളെ ഒന്ന് നോക്കുകയാണ്. കൃഷ്ണമോള് തിരിഞ്ഞു കിടക്കുമെന്ന് മനസ്സിലായി. ഭവിത വന്ന് കൃഷ്ണമോളെ പിന്നീന്ന് വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഭവിതയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. മുമ്പത്തെ പോലെ ഒന്നും ആയിരുന്നില്ല. ഇപ്പം അവരുടെ ഇടയ്ക്ക് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അലീന രേവതിക്കുട്ടിയും കൂട്ടിക്കൊണ്ട് ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ മുറിയുടെ അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ ഈ മുറി അത് അവരുടെ അല്ലേ. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അതിനെന്താ, ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞു. ഈ സമയത്ത് ഗ്രേസമ്മ കണ്ടു. ഗ്രേസമ്മ പറഞ്ഞു, രണ്ടുപേരും അവിടെ നിൽക്കുവാണ്, ഇങ്ങോട്ട് കയറി വാ. അങ്ങനെ അലീന രേവതിക്കുട്ടിയും കൂടെ അകത്തേക്ക് കയറി. ആ സമയത്ത് ഗ്രേസമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ നിനക്ക് അവിടെ സുഖമാണെന്നൊക്കെ ചോദിക്കുകയാണ്. സുഖം ആൻറ്റി, അല്ല നീ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ, എന്താ മോളെ പെട്ടെന്ന് എന്താ ഇങ്ങനൊരു തീരുമാനം എടുത്തേ? അത് പിന്നെ ആൻറ്റി, ഞാൻ പോകാതിരുന്നിട്ടുണ്ട് ശരിയാകത്തില്ല. അമ്മ അങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോകണമെന്ന്. അതെ, ഇങ്ങനെ ഈ ദുർവാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ അവര്? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതിന് മോള് പോകേണ്ട കാര്യമുണ്ടോ? നീ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും സങ്കടമാവില്ലെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, എനിക്കറിയാം സങ്കടമാവും, അതുപോലെ തന്നെ നിനക്ക് സങ്കടമാവില്ലെന്ന് ചോദിച്ചു. എനിക്ക് സങ്കടമാവുമെന്ന് ചോദിച്ചാൽ സങ്കടമാവും, പക്ഷേ അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ആൻറ്റി. അഡ്ജസ്റ്റ് ചെയ്യാതെ പറ്റില്ലല്ലോ. രേവതിക്കുട്ടി പറഞ്ഞു, അവരൊരു സ്ത്രീ, ആ സ്ത്രീയെക്കുറിച്ച് എനിക്ക് കേൾക്കുമ്പോൾ നല്ല ദേഷ്യമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാംസം ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എങ്കിൽ പിന്നെ അവരോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൂടെ? അലീന അവരുടെ മോളാന്നുള്ള സത്യം തുറന്നു പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പം അലീന ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ലാതെ മാമച്ചനെ നോക്കുക. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.